ജീവനക്കാരുടെ PF-ൽ നിന്നും കോടികൾ വകമാറ്റിയ സംഭവത്തിൽ റിപ്പോർട്ട് തേടി കായിക മന്ത്രി. കഴിഞ്ഞ 5 വർഷമായി തിരിമറികൾ നടക്കുന്നു. സർക്കാരിന്റെയോ സ്പോർട്സ് കൗൺസിലിന്റെയോ അനുമതി ഇല്ലാതെയാണ് വകമാറ്റൽ. റിപ്പോർട്ട് ലഭിച്ച ശേഷം കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. അത് PF ഫണ്ടിൽ നിന്ന് ഏത് സാഹചര്യത്തിലാണ് അതിനങ്ങനെ പണം വകമാറ്റി ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്, അത് ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, സർക്കാരിൻ്റെ അനുമതി ഉണ്ടായിട്ടില്ല. 2, കൗൺസിൽ അത്തരത്തിൽ നിർദ്ദേശം കൊടുത്തായിട്ടുള്ള രേഖകളൊന്നും കാണുന്നില്ല. അപ്പോൾ സർക്കാരിൻ്റെയും കൗൺസിലിൻ്റെയും നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണോ അല്ലെങ്കിൽ അനുമതി ഇല്ലാതെ ഏത് ഘട്ടത്തിലാണ് ചെയ്തതിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കണമല്ലോ. അപ്പോൾ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അതിൽ നടപടി എടുക്കേണ്ട ഘട്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. സനീറ്റ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സനീറ്റ, ഗുഡ് മോർണിംഗ്. കോടികളുടെ വകമാറ്റലാണ്, അതിൽ ഇടപെടൽ ഉണ്ടാകുമെന്നും നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറയുന്നു. സേതു, ഗുഡ് മോർണിംഗ്. സേതു, തീർച്ചയായിട്ടും സ്പോർട്സ് കൗൺസിലിൽ അടിമുടി ക്രമക്കേടുകൾ, ഫണ്ട് തട്ടിപ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം സമാനമായി കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ ജീവനക്കാരുടെ PF-ൽ നിന്നും 3.26 കോടി രൂപ തട്ടിയെടുത്തു, വകമാറ്റി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഇതിനു മുന്നേ തന്നെ ഇത്തരത്തിൽ കായിക വികസനത്തിനായുള്ള കേന്ദ്ര ഫണ്ടായ പൈക്കയിൽ നിന്നും 12ഓളം കോടി രൂപ വകമാറ്റി എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അതിൽ കായിക മന്ത്രി OJ ജനീഷ് തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാനമായി തന്നെയാണ് ഇപ്പോൾ അടുത്ത തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും പറയുന്നത് ഇതിന് ഇത്തരത്തിൽ ഈ തട്ടിപ്പുകളിലെല്ലാം വിരൽ ചൂണ്ടുന്നത് കഴിഞ്ഞ സർക്കാർ നിയമിച്ച ഭരണസമിതിയുടെ മേലാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ പ്രധാനമായും നോക്കിക്കാണേണ്ടത് കഴിഞ്ഞ 5 വർഷ കാലയളവ് മന്ത്രി OJ ജനീഷ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ നിരന്തരമായി ഈ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും നോക്കിക്കാണേണ്ടത് ജീവനക്കാർക്ക് കഴിഞ്ഞ 5 വർഷ കാലയളവിൽ PF-ന്റെ വിവരങ്ങൾ തങ്ങളുടെ അക്കൗണ്ടിൽ ലഭ്യമാകുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഇത് മറയാക്കിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയത് എന്ന് തന്നെയാണ് അവർ ആരോപിക്കുന്നതും. എന്തായാലും പ്രധാനമായും ഇതിൽ ഇപ്പോൾ OJ ജനീഷ് ന്യൂസ് മലയാളത്തോട് കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അന്വേഷണം വളരെ വിപുലമായ ഒരു അന്വേഷണത്തിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. ഇതിൽ പ്രധാനമായും OJ ജനീഷ് തന്നെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ സർക്കാർ നിയമിച്ച ഭരണസമിതി അവരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ പൈക്ക തട്ടിപ്പും പ്രധാനമായും അവരിലേക്കായിരുന്നു അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സമാനമായി ഇപ്പോഴാണ് PF അക്കൗണ്ടിൽ നിന്ന്, അതായത് ജീവനക്കാരുടെ PF അക്കൗണ്ടിൽ നിന്നും ഇത്തരത്തിൽ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത്. 3.26 കോടി രൂപയാണ് ഇതിൽ തിരിമറി നടത്തിയിട്ടുള്ളത്. സർക്കാരിന്റെ അനുമതിയില്ലാതെ ഒരിക്കലും ജീവനക്കാരുടെ PF അക്കൗണ്ടിൽ നിന്നും ഇത്തരത്തിൽ വകമാറ്റാൻ യാതൊരു അധികാരവും സ്പോർട്സ് കൗൺസിൽ ഇല്ല എന്നുകൂടി കായിക മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ സർക്കാരിന്റെയോ സ്പോർട്സ് കൗൺസിലിന്റെയോ ഉത്തരവാദിത്തത്തിൽ പെടുന്ന കാര്യമല്ല ഇന്ന് കൂടി എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും അവർ നോക്കിക്കാണുന്നത് അവരുടെ അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഒരു തിരിമറി നടത്തിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. റിപ്പോർട്ട് തേടിയിട്ടുണ്ട് OJ ജനീഷ്. ഓക്കെ, ശരി. സനിറ്റയാണ് വിവരങ്ങൾ നൽകിയത്.